നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ദുബായ് എമിറേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ വർഷവും 4 ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, ലോക തൊഴിലാളി ദിനം, പുതുവത്സര ദിനം എന്നിവയോടനുബന്ധിച്ചാണ് ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം UAEയും ദുബൈയും കൈവരിച്ച പുരോഗതിയിലും വികസനത്തിലും തൊഴിലാളി സമൂഹം നൽകിയ മഹത്തായ സംഭാവനകളെ അംഗീകരിക്കുന്നതിനാണ് ചടങ്ങുകൾ ഒരുക്കുന്നത്. പശ്ചിമേഷ്യയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രമായ അബുദാബി ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ റമദാൻ പരിപാടി സംഘടിപ്പിച്ചു. സമൂഹത്തിലെ വ്യത്യസ്ത മത സാംസ്കാരിക തുറകളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ചടങ്ങ് സൗഹൃദം പങ്കുവയ്ക്കുന്ന വേദിയായി. ഓംസിയത്ത് എന്ന് പേരിട്ട ചടങ്ങിനോടനുബന്ധിച്ച് റമദാൻ സുഹൂറും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ UAE സഹിഷ്ണുത സഹവർത്തിത്വകാര്യ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, വിദേശ വ്യാപാര വകുപ്പ് സഹമന്ത്രി ഡോക്ടർ ധാനി ബിൻ അഹമ്മദ് അൽ സയൂദി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വകുപ്പ് ചെയർമാൻ ഡോക്ടർ മുഗീർ ഖാമിസ് അൽ ഖൈലി എന്നിവർ സന്നിഹിതരായി. KMCC മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി അബുഹൈൽ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബാപ്പു ചേലക്കുത്ത് അധ്യക്ഷത വഹിച്ചു. റീഡ് ഖുറാൻ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് അക്കാദമി സൂപ്പർവൈസറും പ്രഭാഷകനുമായ മൻസൂർ ഹുദവി പഠന ക്ലാസും പ്രാർത്ഥനയും നടത്തി. യുവകലാസാഹിതി അലൈൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യുനീക് റെസ്റ്റോറന്റിൽ നടന്ന ഇഫ്താറിൽ കുടുംബങ്ങളടക്കം നിരവധി പേർ പങ്കെടുത്തു. ഇഫ്താറിന് ശേഷം നടന്ന സംഗമത്തിൽ യുവകലാസാഹിതി അലൈൻ യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് TP സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മനു നന്ദി പറഞ്ഞു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati-radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.